അൻ അൻദുറ ഇലാ മൻ ഹുവ തഹ്തി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. മോൻ എപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കണം. നമ്മളെക്കാൾ സാമ്പത്തികമായി, ആരോഗ്യപരമായി, ഭൗതികമായി കഴിവ് കുറഞ്ഞവരിലേക്ക് നോക്കണം. എന്നാൽ ഉണ്ടാവുന്ന ഒരു മെച്ചം എന്താണെന്നറിയോ? കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ തോന്നും. കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ തോന്നണമെങ്കിൽ നമുക്ക് കുറെ അനുഗ്രഹം ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. ഉസ്താദേ എന്താടോ നീട്ടി വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ പ്രശ്നം പറയുന്നത്. ഉസ്താദേ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്താ പ്രശ്നം? തണുപ്പായല്ലോ അല്ലേ, കാല് വിണ്ട് കീറിയിട്ടും ഭയങ്കര വേദന എന്നത് അനുഭവിക്കുന്ന ആൾ എന്താ ചിന്തിക്കേണ്ടത്? കാലന്നില്ലാത്ത എത്ര മനുഷ്യന്മാര് കാസർഗോഡനുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. കണ്ണൂരേക്ക് പോണ്ട. അപ്പൊ നമുക്ക് ശരിയാലേ ഉസ്താദ്, ഈ ചെറിയ 800 ആൾട്ടോയിൽ എടുത്തിട്ട് എത്ര കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ വണ്ടിയൊക്കെ വാങ്ങണം. സാമ്പത്തികമായിട്ട് തീരെ ഒന്നും ആയിട്ടില്ല, മെച്ചപ്പെട്ടിട്ടില്ല. കാറ് പോയിട്ട് ബൈക്കന്നെ ഇല്ലാതെ വെയിലത്ത് നടന്നു പോവുകയും ബസ് സ്റ്റോപ്പിൽ കാത്തുക്കുന്ന ആയിരക്കണക്കിന് ആളെ കണ്ടിട്ടില്ല നിങ്ങൾ? ബസ് സ്റ്റോപ്പിലും മറ്റേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ. അപ്പോഴാണ് ശരിയല്ലേ കണ്ടോ. എപ്പോഴും അൻ അൻദുറ ഇലാ മൻ ഹുവ തഹ്തി, താഴെ ഉള്ളവരിലേക്ക് നോക്കുക. ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഈ ഹദീസ് പഠിച്ച മുതൽ പിന്നെ ടെൻഷനല്ല. എങ്ങനെ ടെൻഷനാവുക? ആ പാർട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി അൻ അൻദുറ ഇലാ മൻ ഹുവ തഹ്തി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. മോന് മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് എപ്പോഴാണ് ഒരു ഫോർച്യൂണർ എല്ലാം വാങ്ങല് റബ്ബേ. ഓടിയൊന്നും വേണ്ട, എന്നാലും കേട്ടോ. മുകളിലുള്ളവരിലേക്ക് നോക്കിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർത്തിയായിരിക്കും, ഭയങ്കര ആർത്തിയായിരിക്കും. ആർത്തി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമായിരിക്കും. അത് വേണം, ഇത് വേണം, അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം. അയാൾ 5 ഷോപ്പ് തുടങ്ങി, എൻ്റെ ഇപ്പോഴും 2 ഷോപ്പേ ആയിട്ടുള്ളൂ. വീട്ടിൽ പട്ടി നടക്കുന്ന മനുഷ്യന്മാരെ നോക്കാണ്ട് 5 ഷോപ്പ് തുടങ്ങി ആചാരെ നോക്കിയാൽ നമ്മുടെ ജീവിതം എപ്പാ മെച്ചപ്പെടല്? നമുക്കൊക്കെ ആർത്തി ഉണ്ടോന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഉത്തരം പറയില്ല, ഇല്ലാന്നായിരിക്കും. എന്നാൽ ആർത്തിക്ക് ഒരു 3 നാടൻ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ബിരിയാണി, ചപ്പാത്തി, മന്തി, പൊറോട്ട, നൂൽപുട്ട്. ഇത് തിന്ന് കഴിഞ്ഞിട്ട് ചിലർ ചോദിക്കുന്നേക്ക പുഡിംഗ് ഒന്നുമില്ല. ഇത് ആർത്തിയുടെ ഒരു നാടൻ ഉദാഹരണം. പുഡിംഗ് ഒന്നുമില്ലേ? ചില ആർത്തി വേറൊരു മേഖലയിലായിരിക്കും. നല്ല ഭാര്യ ഉണ്ടാവും, എന്നാലും ഏട്ടൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ, സ്ഥാപനത്തിലെ +2 പെൺപിള്ളേർ, ഇവരെല്ലാം നോക്കി നടക്കുന്നവരുണ്ടാവും. അത് വേറെ തന്നെ വേറൊരു എന്താ പറയുക ലെവൽ ആർത്തിയാണ്. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ടിയില്ല. മറ്റൊരു ആർത്തിയുണ്ട്. അതേതാ ആർത്തി? നമ്മളെ മക്കൾക്ക് ആർത്തി ഉണ്ടോയെന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഫോണ് 2 മാസം മുന്നേ വാങ്ങിയതാണെന്ന് കരുതുക. ഒരു ഡാമേജും ഇല്ല, ഒരു പ്രശ്നവുമില്ല, പുതിയ ഫോണ് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ഫോൺ കൊണ്ടുവന്നേക്കണം. ഇവനിക്ക് അതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. കാരണം ഉപ്പ പ്രവാസികൾ ചിലപ്പം പെട്ടി കൊണ്ടുവരുന്നത് 30 കിലോ ആണെങ്കിൽ അതിൽ 18 കിലോവും വേറെ പലരിക്കും ആയിരിക്കും. മക്കൾക്ക് ലാസ്റ്റ് കിട്ടൽ വാസ്ലൈന്, നഖക്കട്ടർ, കോടാലി തൈലം, പിന്നെ ഒരു അറാക്ക് മിസ്വാക്ക്, ആ കട്ട ചോക്ലേറ്റ്, പിന്നെ ഒരു തസ്ബീഹ് മാല ഉണ്ടാവും. ബാക്കിയെല്ലാം ഇബ്രാഹിം കാക്ക്, ഖാദർ കാക്ക്, കമറുദ്ദീന് ഇങ്ങനെ കൊടുക്കും. അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പം അത് വിശദീകരിക്കുകയല്ല. അത് നമ്മളെ പ്രവാസികളുടെ പെട്ടി എന്ന വിഷയത്തിൽ പിന്നീട് സംസാരിക്കാം. ഏതായാലും ആവട്ടെ. അപ്പൊ ഈ കുട്ടി ഒരു പുതിയ നല്ല ഐഫോൺ കണ്ടു. ഇവനക്കറിയാം ഇത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും, നമ്മളെ മോനെ അല്ലെങ്കിൽ നമ്മൾ. പിറ്റേന്ന് രാവിലെയും മേശപ്പുറത്ത് ആ ഫോൺ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു ഉപ്പാനോട്, ഉപ്പ അതായിരിക്കാം? ആയിരിക്കുന്നൊന്നുമില്ല, അറബി സ്പോൺസർ ചെയ്തതാണ്. റിട്ടയർഡ് ആയിട്ട് വരുമ്പോൾ എനിക്ക് നല്ലൊരു ഫോൺ തന്നതാണ്. എനിക്ക് ഏതായാലും ആവശ്യമില്ല, ഞാൻ 1.5 കൊല്ലമായിട്ടുള്ളൂ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ആവശ്യമില്ല. പിന്നെ എനിക്ക് 4 മക്കളും 2 പെൺമക്കളുടെ പുതിയ പിള്ളേരുണ്ടല്ലോ, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് പറയലോടുകൂടി നമ്മൾ ആർത്തി പുറത്തേക്ക് വരും. ജനറേറ്റർ സ്റ്റാർട്ടാക്കിയിട്ട് പുറത്തേക്ക് വരും. ആർക്കും വേണ്ടെങ്കിൽ ഇതിനാണ് മലയാളത്തിൽ ആർത്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് ആർത്തി എന്ന് പറഞ്ഞാൽ എന്തോ വന്ദേ ഭാരതിന്റെ ഡ്രൈവറെ പേരാന്ന് വിചാരിക്കരുത്. ഇതന്നെ ആർത്തി. കിട്ടണം 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 കിട്ടണം. അതില്ലാതിരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഒരു വളരെ പ്രായോഗികമായ രീതി പറയാണ്, മോൻ എപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കണം എന്ന്.
താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിലല്ല താഴെയുള്ളവരിലേക്ക് നോക്കേണ്ടത്. ഇപ്പൊ നമ്മളെ ചില ചക്കന്മാരോട് എന്താണ് നീ വല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ പറഞ്ഞിട്ട് എന്തേ സുബി കള്ളായില്ലേ? സുബി കള്ളായിട്ടൊന്നുമില്ല, 6:48 കള്ളാല്, ഞാൻ 6:46 നിസ്കരിച്ചിരുന്നു. ഓ ഓൻ ജയിച്ച്, ആലിം അല്ലാമ അൽ ഫഹാമ, ഓൻ ജയിച്ച്. പിന്നെ ഓൻ്റെ ഒരു ഡയലോഗും എന്ത്, ഉപ്പാക്ക് ദുനിയാവൊന്നും അറിയാത്തോണ്ടാണ്. നമ്മളിപ്പുറം പഠിക്കുന്ന ക്യാമ്പസിലെ കുട്ടികൾ നിസ്കരിക്കലെന്നില്ല, ഞാൻ പിന്നെയും നിസ്കരിക്കുന്നുണ്ടല്ല. ഓൻ താഴേക്ക് നോക്കിയത് ഏതിലാന്നറിയോ? ഏതില്? ദീനിന്റെ വിഷയത്തിൽ. ദീനിന്റെ വിഷയത്തിൽ താഴെ നോക്കരുത്, ദീനിന്റെ വിഷയത്തിൽ മുകളിലേക്ക് നോക്കണം. നമ്മൾ ഉമ്മാമേൽ എത്ര ഖത്മ ഓതി തീർക്കുന്നല്ലേ, എത്രയാ താജുൽ ഉലമയിൽ ഓതി തീർത്തത്. നമ്മളെല്ലാം എന്താ ഇങ്ങനെ? അതാണ് 2 ഏരിയ. ഇത് വിശദമായിട്ടെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഹദീസ് വിശദമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുത്തവല്ലോ മുഖ്തസറിലൊക്കെ ചേരുക, നന്നായിട്ട് ഹദീസ് പഠിക്കുക. പ്രവാസികളാകുമ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? യെസ്.